ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുറിയിലെത്തിയിട്ട് രേവതി സച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. സച്ചിയേട്ടാ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് പുതിയൊരു ഫോൺ മേടിക്കാം, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഫോൺ പോയതിലല്ല രേവതി, അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ടെന്ന് പറയുമ്പോഴേക്കും രേവതി ചോദിക്കും, അതെന്ത് കാര്യം? അല്ല, എന്നെ സ്ഥിരമായിട്ട് വിളിക്കുന്ന കുറച്ച് പേരുണ്ട് ട്രിപ്പിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. എന്നെ വിളിച്ചിട്ട് കിട്ടാതാവുമ്പോഴേക്കും അതെൻ്റെ ജോലിയെ ബാധിക്കില്ല രേവതി, ഞാൻ അതാ ഉദ്ദേശിച്ചതെന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എൻ്റെ സച്ചിയേട്ടാ വർഷ പറഞ്ഞായിരുന്നു, നമ്മൾ ആ സിം കമ്പനിയിൽ വിളിച്ചിട്ട് നമ്മുടെ സിം മിസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കണക്ഷൻ കട്ടാക്കിയിട്ട് നമുക്ക് അതേ നമ്പറിൽ തന്നെ പുതിയ സിം തരും എന്ന് പറയുമ്പോഴേക്കും സച്ചി ഇരുന്ന് തലയാട്ടുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, വിഷമിക്കണ്ട, നമുക്ക് അതേ നമ്പറിൽ തന്നെ പുതിയ സിം എടുത്തിട്ട് പുതിയ ഫോണിലിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, അതൊക്കെ ശരി രേവതി, നീ എൻ്റെ ആ ഒരു ചെറിയ ബാഗ് എടുക്കുക എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, ബാഗോ സച്ചേട്ടൻ ഇത് എങ്ങോട്ട് പോകുന്നു? അതെ, എനിക്കൊരു ദൂരെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ രേവതി പറയും, ദൂരെ ട്രിപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി എപ്പോൾ തിരിച്ചെത്തും എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ടേ, ഞാൻ നാളെ എത്തുള്ളൂ രേവതി എന്ന് പറയുമ്പോൾ രേവതിക്ക് ടെൻഷനാവുകയാണ്. രേവതി പറയും, സച്ചിയേട്ടാ വിളിക്കാൻ ഫോണും കൂടിയില്ല, ഞാൻ എങ്ങനെ വിളിക്കും, ഇപ്പോൾ ഈ ട്രിപ്പിന് പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയും, രേവതി വല്ലപ്പോഴും ഇങ്ങനെ ദൂരെയുള്ള ട്രിപ്പ് വരത്തുള്ളൂ, കാശ് തടയുന്ന ഒരു പരിപാടിയാണ്, ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും, എന്നാൽ എൻ്റെ ഫോൺ എടുത്തോ സച്ചിയേട്ടൻ, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റില്ല സച്ചിയേട്ടനെ എന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കില്ല. അതൊന്നും പറ്റത്തില്ല, നിനക്ക് പൂ ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് വിളിക്കുന്നതാണ്, ഞാൻ നിൻ്റെ ഫോൺ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് നിൻ്റെ ബിസിനസ്സിനെ ബാധിക്കും, നിൻ്റെ ഫോൺ നീ തന്നെ വെച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിർത്തുമ്പോൾ അവിടുത്തെ ബൂത്തിൽ കയറിയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഫോൺ മേടിച്ചോ നിന്നെ വിളിച്ചോളാം, നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുന്നുണ്ട് രേവതി. സച്ചി ബാഗുമായിട്ട് പോകുന്നത് കാണുമ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എടാ സച്ചി നീ ഇപ്പോൾ വന്നേലേ ഉള്ളൂ, ഈ ബാഗുമായിട്ട് ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ എനിക്കൊരു ട്രിപ്പ് വന്നു, ഞാനിനി നാളെ വരത്തുള്ളൂ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, കയ്യിലൊരു ഫോൺ പോലും ഇല്ല നിൻ്റെ, ഇതേ മുറിയിൽ എൻ്റെ ഫോണുണ്ട്, നീ എടുത്തോണ്ടും പൊക്കോന്ന് പറയുമ്പോൾ സച്ചി സമ്മതിക്കില്ല, വേണ്ട അച്ഛാ, രേവതിയും ഇതുപോലെ തന്നെ ഫോൺ തരാമെന്ന് പറഞ്ഞതാ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടാ, അച്ഛൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, അച്ഛൻ ആരെങ്കിലുമൊക്കെ വിളിക്കും എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എന്നെ ആര് വിളിക്കാനാടാ, നീ എടുത്തോന്ന് പറയുമ്പോഴൊന്നും സച്ചി സമ്മതിക്കുന്നില്ല, വേണ്ട അച്ഛാ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സച്ചി വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. രേവതിയാണെങ്കിൽ വിഷമിച്ച് നിൽക്കുവാണ്, കാരണം സച്ചിയെപ്പറ്റി അറിയാതെ രേവതിക്ക് ഉറക്കമുണ്ടാവില്ലല്ലോ, എത്തിയോ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും അറിയാതെ രേവതിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതൊക്കെ ആലോചിച്ച് രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും രേവതി ഇങ്ങനെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ രേവതിയുടെ മനസ്സ് അപ്പോഴും സച്ചിയേട്ടൻ എന്താ വിളിക്കാത്തേ, സച്ചിയേട്ടൻ എവിടെ എത്തി, അങ്ങനെയുള്ളൊരു ചിന്തയാണ്. ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഒരു കോള് പോലും കാണുന്നില്ലേ, വിളിക്കുന്നുമില്ല. വിഷമിച്ച് നിന്ന് ഓരോ പാചകമൊക്കെ ചെയ്യുന്ന ടൈമിൽ രേവതിയുടെ മേത്തോട്ടൊരു പല്ല് വീഴുവാണ്. അതായത് രേവതിയുടെ തലയിലോട്ടാണ് വീഴുന്നത്. രേവതിക്ക് അത് കാണുമ്പോഴേക്കും പേടിയാവുകയാണ്. അപ്പോൾ ചന്ദ്ര വരുന്നുണ്ട്, എന്താ രേവതി ഇതുവരെ ഭക്ഷണമൊന്നും ആയില്ലെന്ന് ചോദിച്ച് വരുമ്പോഴേക്കും രേവതി ഈ പല്ലിനെ തട്ടുമ്പോൾ അത് നേരെ പോയി ചന്ദ്രയുടെ തോളിലോട്ട് വീഴുവാണ്. ചന്ദ്രക്ക് പല്ലി മേത്ത് വീഴുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ പേടിയാവുന്നുണ്ട്. ചന്ദ്ര തട്ടുമ്പോഴേക്കും അത് ശ്രുതിയുടെ മേത്തോട്ടും, ശ്രുതി തട്ടുമ്പോഴേക്കും ലാസ്റ്റ് ശ്രുതിയുടെ മൂക്കിലോട്ടൊക്കെ പോയി വീഴുവാണ്. ഭയങ്കര ഒരു കോമഡി സീനാണ് ഇതിൻ്റെ ഇടയിൽ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രുതി പേടിച്ചിട്ടാണെങ്കിൽ ലാസ്റ്റ് തട്ടി ആ പല്ലിയെ ഓടിക്കുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനം ആവുന്നത്. ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആൻറ്റി ഇന്ന് എല്ലാവരുടെ മേത്തും ഇങ്ങനെ പല്ലി വീണുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, എല്ലാം ദേ ഇവള് കാരണമാണ്, ഇവളാ എല്ലാവരുടെ മേത്തും പല്ലിയെ തട്ടിയിട്ടേന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വമൊന്നും അല്ല, പേടിച്ച് തട്ടിയപ്പോഴേക്കും അത് അമ്മയുടെ മേത്ത് വന്ന് വീണു, അതിന് ഞാൻ എന്ത് ചെയ്യാനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇങ്ങനെ മേത്ത് പല്ലി വീഴുന്നതൊന്നും നല്ല ശകുനമല്ല എന്ന് പറയാറുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമെന്നാണ് ഈ പല്ലി വീഴുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് പഞ്ചാംഗം നോക്കി കളയാം, ഈ പല്ലി വീഴുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ എടുത്തിട്ട് ഈ പഞ്ചാംഗം ഇങ്ങനെ ഓൺലൈനായിട്ട് നോക്കുവാണേ. ഓരോരുത്തരുടെയും ദേഹത്ത് എവിടെയാണ് വീണതെന്ന് നോക്കിയിട്ട് ശ്രുതി അതിൻ്റെയൊക്കെ ഫലം പറയുന്നുണ്ട്. ചന്ദ്രക്ക് നല്ല കാലമാണെന്നും ശ്രുതിക്ക് ലാഭമാണ് ബിസിനസ്സിൽ വരുന്നതെന്നും, ശ്രുതിയുടെ മൂക്കിലാണല്ലോ വീണത്, ശ്രുതിക്ക് ഇനി ഭയങ്കര ടെൻഷൻ ആയിരിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കെന്തിനാ ടെൻഷൻ? അപ്പോൾ ചന്ദ്ര പറയും, ശ്രുതിക്ക് ലാഭമൊന്നുമല്ല എഴുതിയിരിക്കുന്നത്, അത് കണ്ട് നിനക്ക് ടെൻഷൻ കയറുമെന്നായിരിക്കും അവർ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മേ എനിക്കും അമ്മയുടെ പോലെ നല്ല കാലം വേണം, അതിന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, എന്നാൽ നീ കുറച്ച് നേരം ആ പല്ലിനെടുത്തിട്ട് തോളിലിട്ട് നടക്കുക, അപ്പം നിനക്കും നല്ല കാലം വരും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശ്രുതി എൻ്റെ തലയിലാണ് വീണത്, അതെന്താ സൂചിപ്പിക്കുന്നതെന്ന് നോക്കിയിട്ട് പറയുമെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി നോക്കുന്നുണ്ട്. നോക്കിയിട്ട് പറയും, രേവതി തലയിൽ പല്ലി വീണ കഷ്ടകാലം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, കഷ്ടകാലമോ, ഇവള് കാരണം ബാക്കിയുള്ളവർക്കാണ് ഇവിടെ കഷ്ടകാലം,
രേവതിക്ക് അത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര ടെൻഷനാവുകയാണ്. എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഓർത്തിട്ട് രേവതി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, രേവതിയുടെ കാര്യം കറക്റ്റായിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത്. രേവതിക്ക് ഇനി എന്തായാലും കഷ്ടകാലമായിരിക്കും. കാരണം ആ വീഡിയോ പുറത്തായി കഴിഞ്ഞാൽ ആൻറ്റി രണ്ടുപേരെയും സച്ചിയും രേവതിയും പിടിച്ച് പുറത്താക്കും. പിന്നെ അവർക്ക് എന്നും കഷ്ടകാലമായിരിക്കും. കറക്റ്റായിട്ടാണ് പഞ്ചാംഗത്തിൽ എഴുതിയിരിക്കുന്നതെന്നൊക്കെ ശ്രുതി മനസ്സിൽ വിചാരിച്ച് സന്തോഷിക്കുവാണ്. രേവതിയാണെങ്കിലോ ടെൻഷൻ അടിച്ച് വീണ്ടും അടുക്കളയിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ രേവതിയെ ദേവു വിളിക്കുവാണ്. രേവതിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ദേവുക്ക് എന്തോ കാര്യമുണ്ട്, വിഷമം ഉണ്ടെന്നൊക്കെ മനസ്സിലാവുകയാണ്. ദേവു ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ചേച്ചി സൗണ്ടൊക്കെ വല്ലാതെ ഇരിക്കുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ല ദേവു, ഞാൻ പെട്ടെന്ന് നീ വിളിച്ചപ്പോഴേക്കും സച്ചിയേട്ടനാണെന്ന് ഓർത്തു എന്ന് പറയുമ്പോൾ ദേവു പറയും, സച്ചിയേട്ടനാണെങ്കിൽ സച്ചിയേട്ടൻ്റെ പേര് കാണിക്കില്ലേ. അപ്പോൾ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ്. സച്ചിയേട്ടൻ്റെ ഫോൺ കാണാനില്ല, ഇന്നലെ പാർട്ടി നടന്ന ഹാളിൽ വെച്ച് തിരിച്ചു വന്നപ്പോഴേക്കും ഫോണില്ല, സച്ചിയേട്ടനാണെങ്കിൽ ഫോണില്ലാതെ ഒരു ദൂരെ ട്രിപ്പിലും പോയിരിക്കുക, എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ ആവുന്നു എന്ന് പറയുമ്പോഴേക്കും ദേവ് പറയുന്നുണ്ട്, ഓ ഫോണ് കൊണ്ടുപോയില്ലേ, സച്ചേട്ടൻ്റെ ജോലി തന്നെ ഈ ഫോണിനെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്, ഫോണില്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര കഷ്ടമാവുമല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കും അതാ ദേവു ടെൻഷൻ, സച്ചേട്ടൻ എന്ത് ചെയ്യുവാണ്, എവിടെ എത്തിയെന്നൊക്കെ അറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ല. ദേവു ഒരു നല്ല ഫോൺ മേടിക്കാൻ എത്ര രൂപയാവുമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവു പറയുന്നുണ്ട്, ഒരു 10-15 രൂപയാവുമെന്ന് പറയുമ്പോൾ രേവതി പറയും, അത്ര ആവോ? ആ രേവതി ചേച്ചി, എന്നാലും ഒരു 2 വർഷമൊക്കെ ഫോൺ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറയുവാണേ ദേവു. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ശരി ദേവു, ഞാൻ പൈസ ആയിട്ട് നിന്നെ കാണാൻ വേണ്ടി വരാം, നീ അപ്പോഴേക്കും ഒരു നല്ല ഫോൺ ഏതാണെന്ന് വെച്ചാൽ നോക്കി വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ് രേവതി. എന്നിട്ട് രേവതി പൂ കൊടുക്കാൻ വേണ്ടിയൊക്കെ പോവാണ്. അപ്പോൾ രേവതിയുടെ സ്ഥിരം കുറേ ചേച്ചിമാരുണ്ടല്ലോ, അവർ രേവതിയുടെ മുഖം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ രേവതി മുഖം ഒന്നിങ്ങനെ വാടിയിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, തലയിൽ ഇങ്ങനെ പല്ലിയൊക്കെ വീണ് ചേച്ചി, ഈ പഞ്ചാംഗം നോക്കിയപ്പോഴേക്കും എനിക്കിനി കഷ്ടകാലമാണെന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, നിനക്കെന്ത് കഷ്ടകാലം, നീ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുന്നവളല്ലേ, നിനക്കൊരിക്കലും ഒരു കഷ്ടകാലവും വരത്തില്ല, അങ്ങനെ പഞ്ചാംഗമൊക്കെ വെറുതെയാ രേവതി, നീ അത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ രേവതി പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, രാവിലെ തൊട്ട് എല്ലാം തെറ്റായിട്ടാണ് നടക്കുന്നത്, സച്ചേട്ടൻ്റെ ഫോൺ വരെ കാണാനില്ല എന്ന് പറയുമ്പോഴേക്കും അവർ പറയും, ഫോൺ എവിടെ പോയി, ഇന്നലെ ആ പരിപാടിക്കിടെ വെച്ച് എവിടെയോ വെച്ച് നഷ്ടമായി ചേച്ചി എന്നൊക്കെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ആണോ, അത് സാരമില്ല, പക്ഷേ നീ നിൻ്റെ അമ്മായിയമ്മ നിന്നെ എന്തോരം വേദനിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് അവരെ വരെ നീ വേദനിപ്പിക്കാതെ നല്ലതുപോലെ നോക്കുന്നില്ലേ, ആ നിനക്കൊരു കഷ്ടകാലവും വരില്ല രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനാണെങ്കിൽ ഒരു ദൂരയാത്രക്ക് പോയിരിക്കുക, കയ്യിൽ ഫോണും ഇല്ല, എനിക്ക് വിളിക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ടെൻഷൻ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ അവർ പറയും, ഓ ഫോണല്ലേ, പോണെങ്കിൽ പോട്ടെ, ഒരു പുതിയത് മേടിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, പുതിയത് മേടിക്കാൻ ഒരു 10-12 രൂപ വരും എന്നാണ് ദേവു പറയുന്നതെന്ന് പറയുമ്പോഴേക്കും അവർ പറയും, ഹാ അതിനിപ്പോൾ എന്താ, അല്ല ചേച്ചി എൻ്റെ കയ്യിൽ കുറച്ച് കാശ് കുറവുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്നെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ പറയും, നീ എന്താ രേവതി ഇങ്ങനെ ചോദിക്കുന്നേ, നമുക്കൊരാവശ്യം വന്നാൽ നീയല്ലേ ഞങ്ങളെ സഹായിക്കാറ്. എന്നിട്ട് ആ ചേച്ചിമാരൊക്കെ കുറേശ്ശെ കാശിട്ട് രേവതിക്ക് കൊടുക്കുവാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, രേവതിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോൾ ഫോൺ മേടിക്കാനുള്ള പൈസ ഒപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം രേവതി ശരത്തിനെ വിളിക്കുവാണ്. എന്നിട്ട് ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തേ നീ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാമോ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയും, എവിടെയാ ചേച്ചി, അതെ സച്ചേട്ടൻ്റെ ഫോൺ കാണാനില്ല, സച്ചേട്ടന് ഒരു പുതിയ ഫോൺ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയും, ആ ദേവു എന്നോട് പറഞ്ഞായിരുന്നു, അതിനെന്താ ഞാൻ വരാലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, നിനക്ക് ഫോണിനെ പറ്റിയാവുമ്പോൾ അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഒന്നിച്ചു പോയി നോക്കാം, ഒരു നല്ല ഫോൺ നോക്കി എനിക്ക് കാണിച്ചു താടാ എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ചേച്ചി നമ്മുടെ വീടിൻ്റെ അവിടെ അടുത്ത ജംഗ്ഷനിൽ ഒരു ഷോപ്പുണ്ട്, മൊബൈൽ കടയുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാം, ചേച്ചി അങ്ങോട്ടേക്ക് വാ, ഞാനും വരാം എന്നൊക്കെ പറയുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഏതോ ഒരു ഫോൺ എടുത്തിട്ട് രേവതിയെ വിളിക്കുവാണ്. അപ്പോൾ രേവതിക്ക് പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് തന്നെ സംശയത്തോടെ ഫോൺ എടുക്കുമ്പോൾ, രേവതി ഞാൻ സച്ചിയാന്ന് പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. സച്ചേട്ടാ ഇത് ഏത് നമ്പറാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ദേ കസ്റ്റമർ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുക, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ഞാൻ നിന്നെ വിളിച്ചതാന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനമായത്, രാവിലെ തൊട്ട് എനിക്ക് സച്ചിയേട്ടൻ എന്താ വിളിക്കാത്തതെന്ന് ആലോചിച്ച് ടെൻഷനായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഹാ രേവതി പിന്നെ എൻ്റെ ഫോൺ എവിടെ വെച്ചാൽ മിസ്സായേന്ന് എനിക്കിപ്പോൾ ഓർമ്മ വന്നു എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എവിടെ നിന്നാണ് മിസ്സായത്, ഇന്നലെ പാർട്ടി കഴിഞ്ഞ് നമ്മൾ ലിഫ്റ്റിൽ കയറുന്നവരെ ഫോൺ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു, ഞാൻ കണ്ടതാന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഓ അപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയ സമയത്ത് എവിടെയെങ്കിലും മിസ്സായതായിരിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയും, അല്ല രേവതി ഇതാരോ എടുത്തതാ, എനിക്ക് ഉറപ്പാ എൻ്റെ പോക്കറ്റിൽ നിന്ന് ആരോ കൈ ഇട്ടെടുത്തതാന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതാര്, ആളെ ഞാൻ കണ്ടുപിടിക്കട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ അവനിട്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ
രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഫോൺ പോയത് പോട്ടെ, സച്ചിയേട്ടൻ ഇങ്ങനെ വിഷമിക്കല്ലേ. അല്ല രേവതി, നിനക്കത് എനിക്ക് മനസ്സിലാവും, സച്ചിയേട്ടൻ്റെ അത്യാവശ്യ നമ്പറൊക്കെ അതിലാ ഉള്ളത്, അതല്ലേ, അതൊക്കെ ഓർത്ത് വെക്കാനുള്ള ബുദ്ധിയൊന്നുമില്ലേ സച്ചിയേട്ടനെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും, എനിക്ക് അത്രയൊന്നും ബുദ്ധിയില്ലെന്ന് അറിയില്ല രേവതി. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. ആരുടെ നമ്പറും എൻ്റെ മനസ്സിലോട്ട് വന്നില്ല, പക്ഷേ രേവതിയെ വിളിക്കണം എന്ന് ഓർത്തപ്പോൾ തന്നെ രേവതിയുടെ നമ്പർ മനപ്പാടമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വന്നു. നിന്നോട് എനിക്ക് അത്ര ഇഷ്ടമാണ്, അതല്ലേ എനിക്ക് നിൻ്റെ നമ്പർ മാത്രം കാണാപ്പാടം അറിയുന്നതെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് രേവതിയും സച്ചിനും കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. രേവതി തലയിൽ പല്ലി വീണ കാര്യമൊക്കെ പറയുവാണ് സച്ചിനോട്. ഞാനത് തട്ടിയപ്പോഴേക്കും അമ്മയുടെ മേത്ത് വീണെന്നും പിന്നെ ശ്രുതിയുടെ മേത്ത് അങ്ങനെ എല്ലാവരുടെ മേത്തും വീണെന്ന് പറയുമ്പോഴേക്കും സച്ചി ചിരിക്കുവാണേ. അപ്പോൾ രേവതി പറയും, എന്തിനാ സച്ചിയേട്ടൻ ചിരിക്കുന്നേ? അല്ല, എല്ലാവരുടെ മേത്തും വീണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചാന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നിട്ട് ഞങ്ങൾ പഞ്ചാംഗം നോക്കിയപ്പോൾ എനിക്ക് മാത്രം കഷ്ടകാലമാണെന്ന് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എൻ്റെ രേവതി എന്ത് കഷ്ടകാലം, പല്ലി നമ്മുടെ മേത്ത് വീണാൽ കുഴപ്പമില്ല, നമ്മൾ പല്ലിയുടെ മേത്ത് വീഴാണ്ടിരുന്നാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെ മേത്തും വീണത് നിങ്ങളെല്ലാവരും അതിനെ തട്ടി കളിച്ച് അതിനെന്തെങ്കിലും പറ്റിയോന്ന് പോയി നോക്ക്, അല്ലാതെ കഷ്ടകാലമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ഇനി അതാലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ രേവതിക്ക് എന്നാലും ആ ടെൻഷനൊന്നും മാറുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ശരത്തുമായിട്ട് രേവതി മൊബൈൽ എടുക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് പോയിരിക്കുവാണ്. അവിടെ പോയിട്ട് പ്രൈസൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയും ശരത്തും ഇങ്ങനെ നോക്കുന്ന ടൈമിൽ അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ ഫോൺ എടുത്തിട്ട് എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാണുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ശരത്തിൻ്റെ മോഷണ വീഡിയോ അപ്പോഴേക്കും ആൻ്റണി വൈറലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അവർ ഈ വീഡിയോ കണ്ട് പറയുന്നുണ്ട്, നോക്കി ഏതോ ചെറിയ പയ്യനാ പേഴ്സ് മോഷ്ടിക്കുന്നത്, ഈ പട്ടാപ്പകലൊക്കെ മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ഹെൽമെറ്റ് ഊരി കാണുന്നത് തൻ്റെ കടയിൽ നിൽക്കുന്ന ആ ചെക്കൻ്റെ മുഖമാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ദേടാ ഇവനല്ലേ ഈ ഫോൺ മേടിക്കാൻ വന്നിരിക്കുന്നത്, ഇവൻ തന്നെയാളെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ശരത്തും രേവതിയും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവരവിടെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നിട്ട് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് പൈസയൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. റോട്ടിലുള്ള എല്ലാവരും ശരത്തിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്. ഇവർക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, കാരണം ശരത്തും മൊബൈലൊന്നും ചെക്ക് ചെയ്തിട്ടില്ലല്ലോ. ശരത്ത് ആ വീഡിയോ കണ്ടിട്ടുമില്ല, സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അപ്പോൾ രേവതിനോട് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ സിം കാർഡ് മേടിച്ചിട്ട് വരാം, ചേച്ചി വീട്ടിലോട്ട് പൊക്കോന്ന് പറയുവാണ്. അപ്പോൾ രേവതി നേരെ രേവതിയുടെ വീട്ടിലോട്ട് പോവാണ്. ശരത്ത് സിം കാർഡ് എടുക്കാനും പോകുന്നുണ്ട്. അപ്പോൾ റോട്ടിലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, മോഷ്ടിച്ച പൈസയായിട്ട് ഫോൺ മേടിക്കാൻ വന്നിരിക്കും ആ കള്ളൻ, ഇവനേക്ക് ഇപ്പം തന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കണം. ഇനി പോലീസിൽ പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അവരെന്നെ ഇങ്ങോട്ട് വന്ന് ഇവനെ പൊക്കിക്കൊണ്ട് പൊക്കോളും എന്നൊക്കെ ആളുകളൊക്കെ ശരത്തിനെ നോക്കി കളിയാക്കി ചിരിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.